നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ട വോട്ടെടുപ്പിൽ 2019 ബി.ജെ.പിക്ക് ആധിപത്യമുണ്ടായിരുന്ന മണ്ഡലങ്ങളിലാണ് പോളിംഗ് പുരോഗമിക്കുന്നത്. മൊത്തം 11 സംസ്ഥാനങ്ങളിലായി 93 സീറ്റുകളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഒരു സീറ്റിലെ തെരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ടത്തിൽ മാറ്റിവെച്ചതിനെ തുടർന്ന് ഇപ്പോൾ മൂന്നാം ഘട്ടത്തിൽ നടക്കുകയാണ്. ഇതും കൂടി ചേരുമ്പോൾ 12 സംസ്ഥാനങ്ങളിൽ നിന്നായി 94 സീറ്റുണ്ടാവും. മൂന്നാം ഘട്ടം കഴിയുന്നതോടെ 283 സീറ്റുകളിലെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാവും. മൂന്നാം ഘട്ടത്തിൽ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കൂടിയാണ് പൂർത്തിയാവുന്നത്. അസം, ഛത്തീസ്ഗഡ്, ഗോവ, കർണാടക, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലെ വോട്ടിംഗ് ആണ് പൂർണ്ണമായും പൂർത്തിയാവുക. ഗുജറാത്തിലെ സൂറത്തിൽ നേരത്തെ തന്നെ ബി.ജെ.പി എതിരില്ലാതെ വിജയം നേടിയിട്ടുണ്ട്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പ്രകടന പത്രിക തള്ളിയതാണ് കാരണം. 2019 കണക്കുകൾ നോക്കുമ്പോൾ പ്രതിപക്ഷത്തിന് ഒട്ടും മുൻതൂക്കം ഈ സീറ്റുകളിൽ കാണാനാവില്ല. എന്നാൽ 2024 സ്ഥിതി വ്യത്യസ്തമാണ്. ആകെയുള്ള 94 സീറ്റിൽ 75 എണ്ണത്തിലും അന്ന് NDA ആണ് വിജയിച്ചത്. ഇന്ത്യ സഖ്യം വിജയിച്ചത് ആകെ 8 സീറ്റിലാണ്. ബാക്കിയുള്ള 10 സീറ്റുകൾ ശിവസേനയും NCPയും ബദറുദ്ദീൻ അജ്മലിന്റെ AIUDFും 2 സ്വതന്ത്രരും ചേർന്നാണ് വിജയിച്ചത്. ശിവസേനയ്ക്ക് 4ഉം NCPക്ക് 3ഉം സീറ്റുകളാണ് അന്ന് ലഭിച്ചത്. വോട്ട് ശതമാനത്തിലും വളരെയധികം മുന്നിലാണ് NDA. 51.8% വോട്ടാണ് അവർക്ക് ലഭിച്ചത്. എന്നാൽ ഇന്ത്യ സഖ്യത്തിന് ആകെ ലഭിച്ചത് 31.9% വോട്ടും. 94-ൽ ബി.ജെ.പി മാത്രം വിജയിച്ചത് 71 സീറ്റുകളാണ്. കോൺഗ്രസ് 4 സീറ്റുകളുമായി വളരെ പിന്നിലാണ്. കഴിഞ്ഞ 2 തവണത്തെ കണക്കുകളും പ്രതിപക്ഷത്തിന് ഒട്ടും സന്തോഷിക്കാനുള്ളതല്ല. 2014-ൽ ഇതിൽ 68 സീറ്റുകളും NDA നേടിയതാണ്. ഇന്ത്യ സഖ്യ പാർട്ടികൾ നേടിയത് വെറും 15 സീറ്റുകളാണ്. 11 സീറ്റുകൾ മറ്റു പാർട്ടികൾക്കും ലഭിച്ചു. കർണാടകയിലെ 14 മണ്ഡലങ്ങളും മഹാരാഷ്ട്രയിലെ ചില സീറ്റുകളും ഇത്തവണ ബി.ജെ.പിയുടെ കണക്കുകൂട്ടൽ തെറ്റിക്കും. മൂന്നാം ഘട്ടത്തിൽ മൊത്തം 1332 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. ബി.ജെ.പിയാണ് കൂടുതൽ സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കുന്നത്. 82 പേരാണ് മത്സരിക്കുന്നത്. BSP 79ഉം കോൺഗ്രസ് 68ഉം മത്സരിക്കുന്നു. ഗുജറാത്തിലാണ് കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. ഇവിടെ 266 പേർ മത്സര രംഗത്തുണ്ട്. മഹാരാഷ്ട്രയിലെ 11 സീറ്റിൽ 258 പേരും കർണാടകയിലെ 14 സീറ്റിൽ 227 പേരും മത്സരിക്കുന്നുണ്ട്. മൊത്തം 241 സ്ഥാനാർത്ഥികളാണ് ക്രിമിനൽ കേസ് നേരിടുന്നത്. ഇതിൽ 67 പേർ മഹാരാഷ്ട്രയിലാണ്. കോൺഗ്രസിന്റെ 26 പേരാണ് ക്രിമിനൽ കേസ് നേരിടുന്നത്. ബി.ജെ.പിക്ക് ഇത് 22 പേരാണ്. 103 സ്വതന്ത്രരും ക്രിമിനൽ കേസ് നേരിടുന്നുണ്ട്. ബി.ജെ.പി ദക്ഷിണ ഗോവ സ്ഥാനാർത്ഥി പല്ലവി ശ്രീനിവാസ് ഡംബോ ആണ് മൂന്നാം ഘട്ടത്തിലെ ഏറ്റവും സമ്പന്നനായ സ്ഥാനാർത്ഥി. 1361 കോടി രൂപയാണ് ഇവരുടെ ആസ്തി. നിർണായകമായ മൂന്നാം ഘട്ടം കൂടി പിന്നിടുമ്പോൾ ഏതാണ്ട് പകുതിയോളം സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് പൂർത്തിയാവുകയാണ്. മൂന്നാം ഘട്ടം ആവുമ്പോഴേക്കും ആത്മവിശ്വാസം ചോർന്ന ബി.ജെ.പി മുന്നണിക്ക് അടുത്ത 4 ഘട്ടങ്ങളിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാനാവില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. കാര്യമായ ഒരു തരംഗവുമില്ലാതെ ബാക്കി 4 ഘട്ടം കൂടി പൂർത്തിയാക്കാനായാൽ മോദിക്ക് ഗ്യാരണ്ടി ഒരു പാഴ്വാക്കാകുമോ എന്ന് കാത്തിരുന്നു കാണാം.